ശ്രീ വേണുഗോപാല് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ പോകും. മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടുണ്ടോ, അതോ ശുപാർശ അനുസരിച്ച് കയറിപ്പോയോ? ഞാൻ 2-3 പ്രാവശ്യം പോയപ്പോഴും ഒന്നുകിൽ 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും VIP. ഒരിക്കൽ ചെന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ മുൻ കളക്ടറായിരുന്ന പിന്നെ നമ്മുടെ ബിജു പ്രഭാകർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പം ഇവിടെ ഒരു കയറാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഒരിക്കൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നു. 1-2 പ്രാവശ്യം ഞാൻ 1000 രൂപ മുടക്കിയാണ് പോയത്. എന്തായാലും മറ്റേ തള്ളുന്നത് ഭയങ്കര പാടാണ്. സീനിയർ സിറ്റിസന്റെ ക്യൂ ഉണ്ട്, അത് രാവിലെ മാത്രമാണ് 2 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ബലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വഴി കൂടെ പോകും. പക്ഷേ ആയിരക്കണക്കിന് ഭക്തന്മാർ വന്ന് 10 മണിക്കൂർ 12 മണിക്കൂർ ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ സുഖസൗകര്യത്തോടു കൂടി അവിടെ ഇരിക്കുകയല്ല. ഈ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ഈ അറവ് പിന്നെ മൃഗങ്ങളെ ഇങ്ങനെ ഫ്രെയിമിനകത്താക്കി നിർത്തുന്ന പോലെ കൊണ്ടുവരുന്നത് പോലെയാണ് ഈ ക്യൂ കോംപ്ലക്സിനകത്ത് കയറ്റി. അത് ഗുരുവായൂരപ്പന്റെ ഭക്തനായ കരുണാകരന്റെ മകൻ മുരളീധരൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. ഇതൊരു വിർച്വൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരണം. ദർശനം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. അതിന് നമുക്ക് ഏത് അക്ഷയ കേന്ദ്രത്തിൽ പോയാലും ഒരു കൂപ്പൺ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. ഇവിടെ മാത്രമല്ല, ഞാൻ പറയുന്നത് തള്ളുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകണം. അപ്പോൾ ഒരു വലിയ മാറ്റം വരും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ പണ്ട് ഈ തിരുവനന്തപുരത്ത് ഈ ചിത്ര തിയേറ്റർ, ശക്തി തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴേ ക്ലാസ് കട്ട് ചെയ്ത് പോകും. അന്നേരം കൊണ്ട് ഈ ഇടിയുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾ ക്യൂ ഒക്കെ ഇങ്ങനെ ഈ അഴിക്കാത്താണ് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ ചില ഗുണ്ടകൾ വന്ന് കയറിയിട്ട് കഴുത്തിനൊക്കെ ഇടിച്ച് നിരത്തി അവൻ അതിൻ്റെ ഇടയിൽ തിരികെ കയറി. നമ്മളെയൊക്കെ മുമ്പ് പോയി ബ്ലാക്ക് ടിക്കറ്റ് എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇവർ ഈ സമയമാകുമ്പോഴേ വരുള്ളൂ. കയറി മുമ്പിൽ വന്നിട്ട് ടിക്കറ്റ് എല്ലാം കൂടെ കുറേ എണ്ണം ഒന്നിച്ചെടുത്തോണ്ട് പോകുന്ന പരിപാടി. അപ്പോൾ നമുക്ക് പലപ്പോഴും ടിക്കറ്റ് കിട്ടില്ല. ഈ ഇടിച്ചങ്ങ് ചെല്ലുമ്പം വലിയ പ്രശ്നമാണ്. പിന്നെ ഇത് കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ വേർത്ത് കുളിച്ച് സിനിമ തന്നെ കാണാനുള്ള മൂഡ് പോകും. പിന്നെ അന്ന് ചെറുപ്പമായതുകൊണ്ട് പിന്നെ സ്ക്രീൻ അങ്ങ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ അങ്ങ് ലയിച്ചു പോകും. അങ്ങനെയാണ് ഇത് കാണുന്നത്. ഇതിപ്പോൾ ഭഗവാന്റെ മുമ്പിലെ ദർശനത്തിൽ ഇപ്പോൾ ഇതുപോലെയാണ്. ഈ അവിടെ പിന്നെ 12 മണിക്കൂർ 10 മണിക്കൂർ ഒക്കെ ഇങ്ങനെ ക്യൂ നിന്ന് കയറി ചെന്നിട്ട് വളരെ ക്ഷമയോടുകൂടിയാണ് ഇവരെല്ലാം നിൽക്കുന്നത്. അവർക്കൊക്കെയും 1000 രൂപയോ 5000 രൂപ എടുത്ത് കയറാനുള്ള പ്രാപ്തിയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല, എല്ലാ മാസവും പോകുന്നവരൊക്കെ 1000 രൂപ വെച്ചാകുമ്പോ അയാൾക്ക് 12000 രൂപ വേണം ഒരു വർഷം. ഭഗവാനെ ദർശിക്കാൻ ഇത്രയും ക്ഷമയോടുകൂടി നിന്ന് പോകണമെന്ന് കരുതുന്നവരും അങ്ങനെ കരുതുന്നു. ഇനി അവരകത്തേക്ക് കയറുമ്പോഴോ അവിടെ കുറെ സെക്യൂരിറ്റിക്കാരന്മാരും നിൽപ്പുണ്ട്. അവര് ഈ ഭക്തന്മാര് നമോ നാരായണ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് കയറി പോകുമ്പോ അവിടെ ചെല്ലുമ്പോ പിടിച്ച് തള്ളല്, മറിക്കോ എന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു. ഒരു പോലീസ് മുറയിലാണ് അവരുടെ. ഈ അഹങ്കാരികളാണ് കേട്ടോ അവിടെ നിൽക്കുന്നവന്മാര് മുഴുവൻ. കട്ട് തിന്നുന്നവരാണ് എന്നാണ് ഭക്തര് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഗുരുവായൂർ ഈ ഏപ്രിൽ ഏറ്റവും കൂടുതൽ ഗുരുവായൂർ തിരക്ക് അനുഭവപ്പെടുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ്. വൈശാഖ മാസമൊക്കെയാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കല്യാണം നടക്കുന്നത്. ഞാൻ ആ മെയ് മാസം ചെന്നപ്പോഴേ എന്നെ അവിടെ ക്യൂവിൽ നിന്ന് ചിലർ തിരിച്ചറിഞ്ഞ് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഈ രാഷ്ട്രീയ വർത്തമാനങ്ങൾ മാത്രമല്ലേ ചർച്ച ചെയ്യാറുള്ളൂ, ഇതൊന്നും സംസാരിച്ചുകൂടെ? വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഈ 1-2 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ലേ, ഇപ്പൊ നമ്മള് പിന്നെ 1000 രൂപയുടെ ക്യൂവിൽ പോലും അത്ര ഈസി ഒന്നുമല്ല. 1000 രൂപയുടെ ക്യൂ ഇപ്പം വലിയ തള്ളായിട്ടുണ്ട്. അതങ്ങനെ പെട്ടെന്ന് ക്യൂ നിൽക്കും, സമ്മതിച്ചു. മര്യാദയ്ക്ക് ഒന്ന് പെരുമാറുക അവിടെ നിൽക്കുന്ന ഈ സെക്യൂരിറ്റിക്കാർ, അതല്ലേ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ശബരിമലയിലാണ് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുള്ളത്, അവിടെ പരസ്പരം സംബോധന ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മാത്രമാണ്. പോലീസുകാരൊക്കെ അവിടെ വളരെ നല്ല സഹായമാണ്. ഈ പോലീസുകാരുടെ വേറെ ഗുണം നമ്മൾ നാട്ടിൽ കാണുന്നുണ്ടെങ്കിലും ശബരിമലയിലാണ് അവിടെ യഥാർത്ഥ മനുഷ്യരായി മാറുന്നതെന്നുള്ളതാണ്. 18 പടിയൊക്കെ കയറുമ്പോഴേ അതെന്താ ഈ ആംഡ് പോലീസിലെ പിള്ളേരെയാണ് ഇപ്പൊ ചെറുപ്പക്കാർ പിള്ളേരായിടുന്നത്. മറ്റേത് ഈ ലോക്കൽ പോലീസ് തന്നെയാണല്ലോ നമ്മൾ സ്ഥിരം കാണുന്നത്. ഇവൻ ഈ ക്രിമിനലുകളെ കണ്ട് ഈ ലോകത്ത് ഒരു 10 വർഷം പോലീസിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ കാണുന്നതെല്ലാം ക്രിമിനലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കേട്ടോ, നേഴ്സുമാരുടെ ഭർത്താക്കന്മാർ പറയും, അയ്യോ കഴിയുന്നതും നേഴ്സുമാരുടെ ഭർത്താവാകുമ്പം ഇവരോടൊന്നും ഒരു പിന്നെ ബുദ്ധിമുട്ടും പറയരുത്, പറഞ്ഞ ഒന്നും നിസ്സാരമായിട്ട് കണ്ടുകളയുന്നു.
എൻ്റെ കൈ ഒടിഞ്ഞ് ശരിയായി എന്ന് പറഞ്ഞാൽ കൈയല്ലേ ഒടിഞ്ഞു, ഇവിടെ കൈയും കാലും ഒടിഞ്ഞവനെ ഞാൻ നല്ല 10 കണ്ടേച്ച് വരികയാണെന്ന് പറയും. അതുകൊണ്ട് ഈ ഭർത്താവായാലും പിള്ളേരായാലും ഈ ചെറിയ ഇതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് പറയും. അതുപോലെയാണ് ഈ ലോക്കൽ പോലീസിന്റെ ആളുകൾ, അവർക്ക് ഇതെല്ലാം നിസ്സാരമാണ്. പിന്നെ അവിടെ ഗുരുവായൂർ കാണുന്ന മറ്റൊരു കാര്യം, ഈ അവിടെ പ്രസാദ ഊട്ടുണ്ട് വരുന്ന ഭക്തർക്ക്. അപ്പൊ അതിന് ഈ ദർശനം കഴിഞ്ഞിട്ട് അതിനും പിന്നെയും മണിക്കൂറുകൾ ക്യൂ. ആ ക്യൂ നിന്ന് അടുക്കലേക്ക് എത്തുമ്പോൾ ക്ലോസ് ചെയ്യും, ആട്ടിപ്പായിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈ പിന്നെ നമ്മുടെ അരവണയോ അല്ലെങ്കിൽ നൈവേദ്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നു. എല്ലാം ഈ വളരെ മോശമായ പെരുമാറ്റമാണ്. ഈ എന്തോ അവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ വാങ്ങാൻ നിൽക്കുന്നതും ഈ അന്നദാനത്തിനും ഒക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ വീടിന്റെ പുറകിൽ നമ്മൾ പോയി നിന്ന് ഭിക്ഷ യാചിക്കുന്ന മാതിരിയാണ് നമ്മളെ കാണുന്നത്. ഇതിനകത്ത് ഈ ഒരു പെരുമാറ്റ ചട്ട ഇവർക്ക് എനിക്ക് തോന്നുന്നു പരിശീലനം കൊടുക്കണം. അതെ. അപ്പൊ നമ്മള് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും അവിടെ നിൽക്കുന്നവർക്കൊക്കെ പരിശീലനം കൊടുത്തിട്ടുണ്ടായി. വളരെ വെൽ ട്രെയിൻ. ഈ ലുലുവിന്റെ ഒക്കെ അവിടെ നിൽക്കുന്നവരെ നല്ല ട്രെയിൻഡ് ആണ്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഇപ്പൊ തിരുവനന്തപുരത്തെ ലുലുവിലൊക്കെ കയറി ചെന്നാലേ ആ അവിടുത്തെ വാച്ച്മാനായിട്ട് നിൽക്കുന്ന ആണായാലും പെണ്ണായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ സാർ ഇവിടെ അല്ല, എൻ്റെ അടുത്ത മുകളിൽ ഇതിലേക്ക് കയറി പോകണം എന്നൊക്കെ പറഞ്ഞ് വളരെ സാറിന് വിളിച്ച് അഭിസംബോധന ചെയ്താണ് അവർ പറഞ്ഞയക്കുന്നത്. അവർക്കൊരു മുഖമുഷിച്ചിലോ അല്ലെങ്കിൽ വല്ലാത്തൊരു തോന്നലോ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ക്ഷേത്രങ്ങളിൽ ഈ പറഞ്ഞ പോലെ നിയന്ത്രിക്കാൻ നിൽക്കുന്നവർ ആ ഒരു സമീപനം കാണിക്കേണ്ടതാണ്. എനിക്കൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറച്ച് ഭേദമാണ്, കുറച്ചുകൂടെ നല്ല സമീപനമാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ പലപ്പോഴും കാണിക്കാറ്. ആ ഭക്തരാണ് വരുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി അവര് സ്വീകരിക്കാറ്. കാണിക്കാത്ത ഒറ്റയിടം ഗുരുവായൂർ മാത്രം. അതെ. ഇവരുടെ ഒരു തേർവാഴ്ചയാണ് ഈ സെക്യൂരിറ്റിക്കാരന്മാരുടെ. ഞാൻ കേട്ടിട്ടുള്ളതാണ്, മാറി നിൽക്കട എന്നൊക്കെയാണ് ആക്രോശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇതൊരു ഓർഡറിലാക്കാത്തതുകൊണ്ടാണ്. അതായത് ഒരു അടുക്കും ചിട്ടയും ആവശ്യമാണ്. അതൊരു വിർച്വൽ ക്യൂവും അതിന്റെ ഒരു ബുക്കിങ്ങും അത്യാവശ്യമാണ്. പിന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുക്കൽ മുഴുവൻ കുറെ കടകൾ കൊണ്ട് നിറച്ച് അല്ല, അവിടെ മാറ്റണം. ഇതിപ്പോ നമുക്കിപ്പോ ഗുരുവായൂരപ്പനെ കാണാൻ ബുദ്ധിമുട്ട്, നിവേദ്യങ്ങൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ മോതിരവും മാലയൊക്കെ വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതെ, ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ വാങ്ങിച്ചോണ്ട് പോരാ, കാരണം അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ല, ഈ കടകളൊക്കെ ഇത് അവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതാണ്. ശരിക്കും ഈ നടയിൽ തന്നെ ഇതിന്റെ ഭക്തർക്ക് വേണ്ടതായ സൗകര്യങ്ങൾ കൊടുക്കുന്ന സൗകര്യം ഒരിടമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. പണ്ട് കെ ജയകുമാർ ശബരിമലയുടെ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്ന സമയത്താണ് ശബരിമലയിൽ ഈ പ്രശ്നമായിരുന്നു. കടകൾ കൊണ്ടുവന്ന് എല്ലാം കൂടെ ഭക്തര് തമ്പടിക്കേണ്ടടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒഴിപ്പിച്ചു എന്നുള്ളതാണ്. ഈ വരുന്നിടന്ന് ഈ പൊട്ടും വളയും മാലയും ചാന്തും വാങ്ങാനല്ലല്ലോ വരുന്നത്, ഭഗവാനെ ദർശിക്കാനല്ലേ. അപ്പൊ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇത് വേറൊരു ഉച്ചയുടെ മാറിയ ഒരു സ്ഥലത്തേക്ക് ആക്കുക ചെയ്യേണ്ടതാണ്. അവിടെ ഒരു ഓർഡർ വരുത്തേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുവായൂർ ഒരു ടെമ്പിൾ കോംപ്ലക്സ് ടൗൺഷിപ്പ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അത് ഒരു ഓർഗനൈസ്ഡ് അല്ല. പണ്ടൊരു ഓർഗനൈസ് സെറ്റപ്പ് ആയിരുന്നു, പക്ഷെ ആ ഓർഗനൈസ് സെറ്റപ്പ് കാലം കൊണ്ട് മാറിപ്പോയി. പലരും അനധികൃതമായി അവിടെ എവിടെയും കയറിയൊക്കെ പ്രശ്നങ്ങളായി. ഇനി അത് ഒന്ന് ഓർഗനൈസ്ഡ് ആക്കണം. അത് ഞാൻ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനായ കരുണാകരൻ്റെ മകൻ മുരളീധരൻ അതിനേക്കാൾ വലിയ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുമ്പം ആ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് ഗുരുവായൂരപ്പനോട് തന്നെ പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.